ഷനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്. അതിനകത്ത് ഒലിവ് മരവുമായി ബന്ധപ്പെട്ട് ചില കൊമ്പുകളെ ഒടിച്ചിട്ട് കാട്ടൊലിവായി നമ്മളെ ഒട്ടിച്ച കാര്യമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് ഒടിക്കാനുള്ള കാരണം അവിശ്വാസമാണെന്നും അത് നല്ല കൊമ്പുകൾ ഇസ്രായേലാണെന്നും അതിലെ കാട്ടൊലിവായ ജാതികളെ കൊണ്ട് ഒട്ടിച്ച കാര്യവും എല്ലാം നമ്മൾ സംസാരിച്ചാണ്. അത് അതിൻ്റെ റഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഗലാത്യർ 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലെ അബ്രഹാമിൽ കൂടി നമുക്ക് അനുഗ്രഹം വന്ന കാര്യവും പറഞ്ഞു എന്ന് ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാണ്. വൃക്ഷത്തിൻ്റെ വേര് മണ്ണിനടിയിലാണ്, അത് കാണാൻ പറ്റുകയില്ല. അബ്രഹാമുമായിട്ടുള്ള ജീവിതത്തിൽ ബന്ധപ്പെടുത്തി നമുക്ക് പറയാം, അബ്രഹാമിൽ നമ്മളെ ഒട്ടിച്ചിരിക്കുകയാണ്. കാട്ടൊലിവ് ഒരിക്കലും മനുഷ്യനും ദൈവത്തിനും പ്രയോജനമുള്ളതല്ല, എന്നാൽ അത് പ്രയോജനമാക്കി തീർക്കുകയാണ്. കാട്ടൊലിവായ നമ്മളെ ഒട്ടിച്ച് അത് പ്രയോജനമാക്കി തീർക്കുകയാണ്. പൗലോസ് ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നൊരു കാര്യം, യഹൂദ മാർഗം ഇല്ലായിരുന്നുവെങ്കിൽ ക്രിസ്തു മാർഗം ഉണ്ടാകുമായിരുന്നില്ല. നേരത്തെ പറഞ്ഞ യഹൂദന് ഉള്ള പ്രിവിലേജസ് ഒക്കെ പറഞ്ഞ യേശു ക്രിസ്തു പോലും യഹൂദനിൽ നിന്നാണ് വന്നത്. രക്ഷ യഹൂദനിൽ നിന്നല്ലോ വന്നത് എന്ന് യോഹന്നാൻ 4:22 പറയുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുമാർഗം പോലും വന്നത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്നാണ് എന്ന് നമ്മൾ മറന്നു പോരുത്. അതുകൊണ്ട് എന്താണ് ഈ ഒലിവ്, ഇവിടെ എടുത്തിരിക്കുന്ന ഒലിവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഗോൽഗോഥായിലൊക്കെ ഒലിവിൻ്റെ മരങ്ങൾ ഇപ്പോഴും ഉണ്ട്. യേശു ക്രിസ്തു അന്ന് പോയി ഇരുന്ന് ഗസ്സമന തോട്ടത്തിലിരുന്ന് കരഞ്ഞു. അവിടെ ഒലിവ് വൃക്ഷങ്ങളുണ്ട്. ആ ഒലിവ് വൃക്ഷങ്ങളൊന്നും ഇതുവരെയും പോയിട്ടില്ല, ഒലിവ് വൃക്ഷങ്ങളൊന്നും മരിച്ചിട്ട് പോയിട്ടില്ല. അത് വീണ്ടും പൊട്ടിത്തിളിർത്ത് 2000 വർഷം പഴക്കം കഴിഞ്ഞിട്ടും ആ ഷൂട്ടുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ഈ ഒലിവിനെക്കുറിച്ച് പറയുന്ന ഒരുപാട് റെഫറൻസ് ഉണ്ട്. അതെന്താ ഇപ്പം അത് എടുക്കാനുള്ള കാര്യം എന്ന് ചോദിച്ചാൽ, അത് ഒരു ഇത് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നല്ല. അതിങ്ങനെ വീണ്ടും പൊട്ടിക്കിളിർത്ത് പുതിയ ഷൂട്ടായി നിൽക്കുന്നു ഉള്ളതുകൊണ്ടാണ് അതിനെ പലപ്പോഴും അത് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ദൈവത്തിൻ്റെ പല സ്ഥലങ്ങളിലും ദൈവം ഒലിവിൻ്റെ എണ്ണയായാലും പച്ച ഒലിവ് മരവുമായാലും ഇതൊക്കെ പല രീതിയിൽ റെഫർ ചെയ്ത് വന്നിരിക്കുന്നത് കാണുന്നുണ്ട്. സങ്കീർത്തനം 128:3 നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. ഒലിവ് തൈ, അവിടെ തൈ പോലെ ഇരിക്കുക. ഒലിവ് തൈകളെ മക്കളുമായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ സങ്കീർത്തനം 52:8 ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവൃക്ഷം പോലെ ആകുന്നു. ഒലിവൃക്ഷം പോലെ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്നു. അതെല്ലാം തന്നെ സമൃദ്ധിയെയോ അല്ലെങ്കിൽ ആക്ടിവിറ്റിയോ ഒക്കെ കാണിക്കുന്നതാണ് ഈ ഒലിവൃക്ഷം എന്ന് പറയുന്നത്. യിരെമ്യാവ് 11:16 മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവൃക്ഷം എന്ന് യഹോവ നിനക്ക് പേർ വിളിക്കുന്നു. മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവൃക്ഷം യഹൂദനെ വിളിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം അവിടെ പറയുന്നുണ്ട്. എന്നാൽ നമ്മളിൽ ഒരിക്കലും തന്നെ ഈ യഹൂദനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ജാതികളും യഹൂദനും രണ്ടാണല്ലോ. അതുകൊണ്ട് നമ്മളെ കൊണ്ടുവന്ന് ഈ ഒലിവൃക്ഷത്തിനകത്ത് കൊമ്പിലേക്ക് അങ്ങോട്ട് ഒട്ടിക്കുമ്പോൾ നമ്മളെ കാണുന്നത് ഈ ഒലിവൃക്ഷം പോലെയാണ് പിന്നീട്. അതുകൊണ്ട് എന്ന് വെച്ചാൽ അതുപോലെ യഹൂദനെ പോലെ നമ്മളെ റിജുവിനേറ്റ് ചെയ്യാണ്. കാരണം ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗ്രൂപ്പായിരുന്നല്ലോ യഹൂദ ജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഹെബ്രായർക്ക് ലേഖനത്തിലേക്ക് വരുമ്പോൾ എബ്രായർ 12:15 ആരും ദൈവം വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരാതിരിക്കുകയും ചെയ്യുവാൻ കരുതിക്കൊള്ളുക. പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ കയ്പുള്ള വേര് നമ്മിൽ നിന്ന് വരാനായിട്ട് പാടില്ല. എന്ന് വെച്ചാൽ കൃപയിൽ നിന്ന് വീണു പോകാനായിട്ട് സാധ്യമാണ്, എന്നാൽ അത് പാടില്ല. ദൈവകൃപ വിട്ടുപോകരുത് എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, നിന്നെ ഞങ്ങൾ ഒടിച്ചു കളയും എന്ന് പറയുന്നു. മനോഹരമായ പച്ച ഒലിവൃക്ഷം ഇതെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ യഹൂദനെക്കുറിച്ച് പറയുമ്പോൾ അതേ ഒരു പവറിൽ എന്ന് വെച്ചാൽ അതേ ഒരു തരത്തിലേക്ക് നിന്നെ മാറ്റിയിരിക്കുകയാണ് ദൈവം.
അതേ ഒരു തലത്തിലേക്ക് മാറ്റി കഴിയുമ്പോൾ നീ വീണ്ടും തന്നെ നിഗളിച്ച് നിന്നെ വീണ്ടും ഒടിച്ചു കളവാനായിട്ട് പാടില്ല. അതായത് 21 വാക്യത്തിൽ സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയാൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ആകയാൽ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയാൽ നിലനിന്നാൽ ദയം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്താൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. സ്വഭാവത്താൽ കാട്ടുമരമായ നിന്നിൽ നിന്ന് മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവുമരത്തിൽ ഒട്ടിച്ചെങ്കിൽ കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവുമരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. ഇവിടെ കാണുന്നത് ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും എന്ന് പറഞ്ഞാൽ കൈൻഡ്നസ് ആൻഡ് സ്റ്റേൺനെസ്. ദൈവത്തിൻ്റെ ദയയും ഒരു സൈഡിലെ, ഖണ്ഡിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കർക്കശ സ്വഭാവവും. ഈ രണ്ട് സ്വഭാവവും ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ഖണ്ഡിതം വളരെ അരോചകമാണെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ദൈവം മനസ്സലിവ് കാണിക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ ദൈവം ഒരു രീതി പറഞ്ഞാൽ ദൈവത്തിന് ഒരു ലാമ്പിൻ്റെ ഫേസും ഉണ്ട്, ലയണിൻ്റെ ഫേസും ഉണ്ട്. കഠിനമായി ദേവാലയത്തിൽ ചെന്നിട്ട് ചാട്ടവാറെടുത്ത് പ്രയോഗിച്ച കാര്യം, അവരുടെ വിൽപ്പനക്കാരെ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന നിങ്ങളും അത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു അവരെ ഓടിച്ചു വിട്ട ഒരു യേശുവിനെ നമുക്ക് ബൈബിളിൽ കാണാം. അതുപോലെ തന്നെ റെവലേഷൻ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലൊക്കെ പറയാം, നീ നിൻ്റെ നിലയിൽ നിന്നില്ലെങ്കിൽ നിൻ്റെ നക്ഷത്രം മാറ്റും, നിന്നെ ഉണ്ണുകളയും എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് സ്വഭാവത്തിൽ കാട്ടുമരമായി നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവുമരത്തിൽ എത്രയധികം ഒട്ടിക്കും. അതിന് വീണ്ടും അവരെ ഒട്ടിക്കും എന്നുള്ളൊരു ചിന്തയാണ് വീണ്ടും കൊണ്ടുവരുന്നത്. എന്നുവെച്ചാൽ ഇസ്രായേലിനെ അങ്ങനെ തള്ളിക്കളയത്തില്ല, ദൈവം ഇസ്രായേലിനെ വീണ്ടും കൊണ്ടുവരും എന്നുള്ള ഒരു ചിന്തയാണ് കൊണ്ടുവന്നത്. അതിന് ദൈവം ശക്തനായിട്ടുള്ള ദൈവമാണ്. ജാതികളെ വിശ്വാസം ഉപേക്ഷിച്ച് പോയാൽ അവർ ഛേദിക്കപ്പെടും. അതുപോലെ അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെ വീണ്ടും ഒട്ടിക്കാനായിട്ട് ദൈവം ശക്തനാണ്. എന്നാൽ വിശ്വാസം സ്വയമായി ജനിക്കുന്നതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമുക്കറിയാം. അവർ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരെ വീണ്ടും ഒട്ടിക്കും, അവരെ തൽക്കാലത്തേക്ക് മാറ്റി വച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അന്യകൊമ്പുകളായ ജാതികൾ വിശ്വസിച്ചപ്പോൾ അപ്രതീക്ഷിതമായി നല്ല ഒലിവുമരത്തോട് ഒട്ടിച്ചു ചേർത്തുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, സ്വാഭാവിക കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ സ്വന്തം ഒലിവുമരത്തിൽ എത്രയധികം ഒട്ടിക്കും. ഇവരെന്നാണ് വിശ്വസിക്കുന്നത്? സക്രിയ പ്രവചനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആ കുത്തിവെങ്കിലേക്ക് നോക്കുന്നൊരു സമയം, ആ സമയത്ത് അവരെ മുഴുവനായിട്ട് ഒട്ടിക്കും എന്ന് കാണുന്നു. 25 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതിനകത്തെല്ലാം തന്നെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എവരെ ഒട്ടിക്കും അല്ലെങ്കിൽ എവരെ വീണ്ടെടുക്കും എന്നുള്ള ഒരു കാര്യമാണ്. 25 തൊട്ട് 32 വാക്യങ്ങളിൽ ഉള്ള കാര്യങ്ങൾ വായിക്കാം. ദൈവം ആദ്യം മുതൽ തന്നെ ദൈവത്തിൻ്റെ വചനം മോശയിൽ കൂടി ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. അന്നത് കൽപ്പനകളായിട്ട് പ്രമാണങ്ങളായിട്ടും അവർക്ക് വിശ്വസിക്കാനും അത് ഫോളോ ചെയ്യാനായിട്ടും അവരെ ദൈവം ആഗ്രഹിച്ചു. എന്താണ് അതെല്ലാം ചെയ്യാനുള്ള കാര്യമെന്ന് വെച്ചാൽ അവരെ ശരിക്കും തായ് മരമായിട്ടുള്ള അബ്രഹാമുമായിട്ട് അല്ലെങ്കിൽ വേരുമായിട്ടുള്ള അബ്രഹാമുമായിട്ട് ഒട്ടിച്ച് ചേർത്തിരിക്കുകയായിരുന്നു. ആവർത്തന പുസ്തകം 31-11 മുതൽ 13 വാക്യങ്ങൾ, ഇസ്രായേൽ മുഴുവൻ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രായേലിനും കേൾക്ക് അവരുടെ മുമ്പാകെ വായിക്കണം. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിൽ പരദേശിയും കേട്ടുപഠിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിനും അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിനും നിങ്ങൾ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തെ നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് ജനത്തെ വിളിച്ചു കൂട്ടണം. ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യാനായിട്ട്. എന്തുകൊണ്ടാണ്? അബ്രഹാമിൻ്റെ സന്തതിയായി തുടരുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. അബ്രഹാം പ്രമാണിച്ചതുപോലെ തന്നെ അബ്രഹാമിനെ
ടെസ്റ്റ് ചെയ്ത് നമുക്കറിയാണ്. അബ്രഹാം വിളിച്ചപ്പോൾ ഇസാക്കിനെ പോലെ യാഗം കഴിക്കാനായിട്ട് പറഞ്ഞ സമയത്ത് അബ്രഹാം അതനുസരിക്കുകയാണ് ചെയ്തത്. യാഗം കഴിക്കാൻ കൊണ്ടുവന്ന് യാഗം കഴിക്കുമ്പോൾ അബ്രഹാം വിശ്വസിച്ചു, ഈ ഇസാക്ക് മരിക്കുകയാണെങ്കിൽ പോലും ദൈവത്തിന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഉയർപ്പിൽ വിശ്വസിച്ച വ്യക്തി അബ്രഹാമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈവൻ അവൻ മരിച്ചാൽ പോലും അവനെ ഉയർപ്പിക്കാനായിട്ട് ദൈവത്തിന് കഴിയുമെന്ന്. അത്രയ്ക്ക് ട്രസ്റ്റും ആശ്രയവും അബ്രഹാമിനുണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ അടുത്ത ജനറേഷനായിട്ട് വരുന്നവരും ആ രീതിയിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ മുമ്പിൽ ജീവിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. പുറപ്പാട് പുസ്തകം 34 5 മുതൽ 7 വരെ യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചെന്നാൽ, യഹോവ ആയ ദൈവം കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയും ഉള്ളവൻ തന്നെ. 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യം അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെയും 3ാമത്തെയും 4ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ദൈവം മഹാദയയും കരുണയും ഉള്ളവനാണ്, കൃപയും ഉള്ളവനാണ്. അവൻ വിശ്വസ്തനായിട്ട്, എന്നാൽ അതേപോലെ തന്നെ അവൻ ഖണ്ഡിതം, ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവൻ്റെ ദയയും അവൻ്റെ ഖണ്ഡിതവും, അവൻ അതും ചെയ്യുന്നവനാണ്. അവനെ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. കാർക്കശ്യം കാണിക്കുന്ന ഒരു ലയൺ ഫേസ് ദൈവത്തിനുണ്ട് എന്ന് മറന്നുപോയി. ദൈവം ശക്തിമാനാണ്. അതുകൊണ്ട് അവരോട് പറഞ്ഞ എന്താണ്, നീ ഒരിക്കലും തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ജാതികളോട് കൂടി നീ ഉടമ്പടി ചെയ്യരുത്, അവരുടെ ബലിപീഠങ്ങളെ തകർത്ത് കളയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വിഗ്രഹങ്ങളെ, അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം, അവരോട് കൂടരുത് എന്ന് പറഞ്ഞ് അവരോട് കൽപ്പനകളും പ്രമാണങ്ങളും കൊടുക്കുന്ന ഒരു ദൈവം. അങ്ങനൊരു ദൈവമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഐ ആം എ സെലസ് ഗോഡ്, അതാണ് ദൈവം അവിടെ പറയുന്നത്. ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്. ഞാൻ എൻ്റെ ക്യാരക്ടറിനകത്ത് അതുണ്ട്, ദാറ്റ് ഈസ് ദെയർ എന്ന് പറഞ്ഞാൽ ഞാൻ കരുണ മാത്രം കാണിക്കുന്ന ദൈവമല്ല, ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്. അതുകൊണ്ട് ഇസ്രായേൽ എപ്പോഴും തന്നെ ആ രീതിയിൽ ആ ദൈവത്തിൻ്റെ മക്കളായിട്ട് അവരെ ദൈവം വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. അവിടെയാണ് അവർ അവസാനം യേശുവിനെ പോലും അക്സെപ്റ്റ് ചെയ്യാതെ വന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്, നമ്മളെ ഒലിവ് മരത്തോട് ഒട്ടിച്ചു, കാട്ടലുവായ നമ്മളെ നാട്ടലിനോട് ഒട്ടിച്ചു ചേർത്തു. അതുകൊണ്ട് ഈ വലിയൊരു പൊസിഷനിലേക്ക് നമ്മളെ എലിവേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ യഹൂദനേക്കായും ഒരു വലിയ പൊസിഷൻ, അത്രയേക്കായും വലിയൊരു പൊസിഷനിലേക്ക് ജാതികളായി തീർന്നു. അത് പിന്നീട് നമ്മൾ മനസ്സിലാവും എപ്പോഴാണ് കർത്താവിൻ്റെ വരവിങ്കൽ. അതിന് ശേഷം നമ്മളെ തന്നെയാണ് ആദ്യം എടുക്കുന്നത്. അത് കഴിഞ്ഞാണ് യഹൂദൻ്റെയൊക്കെ ഉയർപ്പ് വരുന്നത്. യഹൂദനെയൊക്കെ പിന്നെ കർത്താവ് ആൻറ്റിക്രൈസ്റ്റിൻ്റെയൊക്കെ ഭരണം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതിനു മുമ്പേ തന്നെ കർത്താവിൽ വിശ്വസിച്ച് സഭയെ മുഴുവൻ ഇവിടുന്ന് എടുക്കുന്നു. അത് ഉത്കൃഷ്ടമായിട്ടുള്ളൊരു പദവിയാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ നാളുകളിൽ ദൈവം കാട്ടിലുവായ നമ്മളെ ടേൺ ചെയ്ത് ദൈവത്തിൻ്റെ മക്കളാക്കി വെച്ചെങ്കിൽ ദൈവത്തിൻ്റെ കരുണയിലാണ് ചെയ്തത്, അവൻ്റെ ദയയിലാണ് ചെയ്തത്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് അവനെ, ഈ യഹൂദനെ തന്നെ വീണ്ടും അധികമായി ദൈവം ഒട്ടിക്കും എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ വരുന്നത്. സ്വഭാവത്താൽ സ്വാഭാവിക കൊമ്പുകളെ സ്വന്തമായ ഒലിവുമരത്തിൽ എത്രയധികം ഒട്ടിക്കും, ഇനിയും എത്രയധികം ഒട്ടിക്കും എന്നുള്ളത് വീണ്ടും അവരെ തിരഞ്ഞെടുക്കും. 25 തൊട്ടുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നത്, അവരെങ്ങനെയാണ് എല്ലാവരും വീണ്ടും ദൈവത്തിലേക്ക് വരുന്നത് എന്നുള്ള ചിന്തയാണ്. അത് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസത്താൽ ഞങ്ങളെ നീതീകരിച്ച ദൈവം, വിശ്വാസത്തിലാണ് ഞങ്ങൾ നിലനിൽക്കുകയും രക്ഷിക്കപ്പെട്ടതും എന്ന് ഞങ്ങളെ മനസ്സിലാക്കുന്നു. വിശ്വാസത്താൽ ഞങ്ങളെ രക്ഷിക്കപ്പെടുത്തി, വിശ്വാസത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു, വിശ്വാസത്താൽ ഞങ്ങൾ ജീവിക്കുന്നു, വിശ്വാസത്താൽ ഞങ്ങൾ നിൽക്കുന്നു, വിശ്വാസത്താൽ ഞങ്ങൾ നടക്കുന്നു. ഇതിനെല്ലാം ദൈവവചനം നീ തന്നിട്ടുണ്ടല്ലോ കർത്താവേ. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളെ ആദരിക്കാതെ ഇരിക്കുന്ന ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാകാനായിട്ട് കർത്താവെ ഇടവരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ശക്തനായിട്ടുള്ള ദൈവമാണ്. നിൻ്റെ മുന്നറിവ് അനുസരിച്ചാണ് ഞങ്ങളെ വീണ്ടെടുത്തത് കർത്താവെ. ആ പ്രത്യാശയിലേക്ക് നിൻ്റെ മുന്നറിവ് അനുസരിച്ചാണ് ഞങ്ങളെ എടുത്തതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ വീണ്ടും കാട്ടുമുന്തിരിങ്ങ കായ്ച്ചാൽ കർത്താവെ, വീണ്ടും ഞങ്ങളെ എടുത്തിട്ട് നല്ല മുന്തിരി
മുന്തിരി ആയിട്ട് ഫലം കായ്ക്കേണ്ട ഞങ്ങളെ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചാൽ കർത്താവെ നീ ഞങ്ങളെ ഇടിച്ചു കളയുന്ന ദൈവമാണെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി എന്തിലേക്ക് ഞങ്ങളെ വിളിച്ചു എന്ന് മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും കർത്താവിൻ്റെ വചനം ഉപേക്ഷിച്ച് ബാക്ക് സ്ലൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഇന്ന് മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർ നശിച്ചു പോകാനല്ല, ദൈവത്തിൻ്റെ പരമ അധികാരത്തിൽ അവരെല്ലാം തിരിച്ചു വന്ന് കർത്താവിൻ്റെ മക്കളായി ജീവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മുറുകെ പറ്റുന്ന പാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രയാസങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ചില ആളുകൾ ചില അഡിക്ഷൻസിൽ ഇരിക്കുന്നതായിട്ട് അറിയുന്നു. മദ്യപാനത്തിൻ്റെ പ്രയാസങ്ങളിലിരിക്കുന്നവർ ഇത് ശ്രദ്ധിക്കുന്നു. ഒക്കേഷനിലല്ല, ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടും ഉള്ളവർ ഏത് രീതിയിലായാലും ആ വലിയൊരു പൈശാചിക ശക്തി നിങ്ങൾ പ്രവർത്തിക്കുന്നു. ഇന്ന് അത് വിട്ടുപോകാനായിട്ട് ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കാമോ? പൂർണ്ണമായിട്ട് ദൈവം വിടുതൽ തരും. ദ സ്പിരിറ്റ് ഓഫ് ഡ്രങ്കൺനെസ്, അതിൻ്റെ ആത്മാവ്, മദ്യപാനത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോകും. ദൈവമേ, ആ വലിയ ചിന്തയിൽ ഇത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ആ വിടുതൽ നീ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായിട്ടുള്ള പല പിരിമുറുക്കങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ചില ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നു. ഭവനത്തിലുള്ള പ്രയാസങ്ങൾ, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, സഹോദരങ്ങളോടുള്ള പ്രശ്നം, വലിയ രീതിയിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അകൃത്യം ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുന്നവർ തീർച്ചയായും ദൈവം നിങ്ങളെ വിടുവിക്കും. ദൈവസനിലേക്ക് നിങ്ങളൊന്ന് വിട്ടുകൊടുക്കുമോ? ആ മനസ്സൊന്ന് തുറക്കുമോ? ദൈവത്തിൻ്റെ സനിലൊന്ന് തുറന്ന് പ്രാർത്ഥിക്കുമോ? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളൊന്ന് നോക്കുമോ? നോക്കിയൊന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ മനസ്സിന് വലിയ സന്തോഷം വരും. സഹോദരങ്ങളോട് നിരക്കാതിരിക്കുന്നത് ഇന്ന് നിരപ്പ് വായ്പനായിട്ട് ദൈവം ഇടവരുത്തും. ദൈവമായ കർത്താവ് എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കണം. എന്തവരുടെ ഹൃദയങ്ങളിൽ ആഗ്രഹമുണ്ടോ അതെല്ലാം ഈ ദിവസങ്ങളിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന വഴി ദൈവത്തിൻ്റെ വചനം അവരിൽ എത്തുന്നു എന്നുള്ള വലിയൊരു ചിന്ത നിങ്ങളെ ഭരിക്കട്ടെ. കാരണം നിങ്ങളും ദൈവവചനം പ്രസൻറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ള ചിന്ത അത് വലിയൊരു ഉത്കൃഷ്ടമായ ചിന്തയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇത് രാത്രിയിലും ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. ആമേൻ.